സ്പീക്കറുടെ മേശപ്പുറത്ത് കയറി ഭരതനാട്യം കളിക്കാനല്ല എന്ന ജനങ്ങൾ തിരഞ്ഞെടുത്തത്, മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കാനുമാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും തന്റെ ഇടത്തോടെ കൃത്യമായ ലക്ഷ്യത്തോടെ ഒരു നേതാവ് സംസാരിക്കുന്നത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അതെ, ഇത് രാജീവ് ചന്ദ്രശേഖർ. വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, കേരള രാഷ്ട്രീയത്തിലെ ഡിജിറ്റൽ മാന്ത്രികൻ. അറിവില്ലാത്തവർ ആക്രോശിക്കുമ്പോൾ അറിവുള്ളവൻ പ്രവർത്തിച്ചു കാണിക്കുമെന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏറ്റവും അർഹനായ ഒരേ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാതിരുന്ന മണ്ണിൽ നിന്നും 3 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം, ചാത്തന്നൂർ, പിന്നെ തന്റെ പ്രിയപ്പെട്ട നേമം, അവിടെ വിജയക്കൊടി പാറിച്ച ആ ഒരേ ഒരു അമരക്കാരൻ വോട്ട് വിഹിതത്തിൽ വമ്പൻ കുതിച്ചുചാട്ടം നടത്തി BJPയെ കേരളത്തിലെ അപ്രമാദിത്വമുള്ള ശക്തിയാക്കി മാറ്റിയ രാജീവ് ചന്ദ്രശേഖർ എന്ന ഇതിഹാസത്തിന്റെ കഥയാണിത്. നമ്മൾ ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് എന്തിന്റെ പേരിലൊക്കെയാണ്? മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ, ആപ്പിൾ പോലെയുള്ള ലോകോത്തര കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങിയപ്പോൾ ലോകം അമ്പരന്ന് നിന്നു. ആ അമ്പരപ്പിന് പിന്നിലെ പ്രധാന ശില്പി മറ്റാരുമല്ല, അത് അന്നത്തെ IT ഇലക്ട്രോണിക്സ് കേന്ദ്രമന്ത്രിയായിരുന്ന സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറാണ്. ചിന്തിച്ചു നോക്കൂ, സിലിക്കൺ വാലിയിലെ അധികായന്മാരോട് കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കാനും അവരെ ഇന്ത്യയിലേക്ക് നിക്ഷേപവുമായി എത്തിക്കാനും കഴിഞ്ഞ ഒരു നേതാവ് നമ്മുടെ കേരളത്തിന്റെ ഭരണ സാരഥ്യത്തിൽ എത്തിയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇന്ന് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായ യുവാക്കൾ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് നാടുവിടുന്നു. ജീവിതം ഒന്ന് രക്ഷപ്പെടാനായുള്ളവരുടെ തത്രപ്പാട്. ഈ അവസ്ഥയ്ക്ക് ഒരു അന്ത്യം വേണ്ടേ? ആപ്പിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും കൊച്ചിയിലും തിരുവനന്തപുരത്തും വരുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതൊരു സ്വപ്നമല്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ്, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറുമൊരു ടാസ്ക് മാത്രമാണ്. അദ്ദേഹത്തിന് ആ ലോകം അറിയാം, ആ ബുദ്ധിയുണ്ട്, ആ വിവരമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ BJP എന്നാൽ വെറും 3ാം സ്ഥാനക്കാരാണെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെയും. ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും 3 പ്രധാന മണ്ഡലങ്ങളിൽ വിജയം പിടിച്ചെടുക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. ആദ്യം തൃശ്ശൂരിൽ താമര വിധിച്ചു, ശേഷം തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കി, ഇപ്പോൾ നേമം, കഴക്കൂട്ടം, അതുപോലെ ചാത്തന്നൂർ. രാജീവ് ചന്ദ്രശേഖരന്റെ തട്ടകമാണ് നേമം. വികസനത്തിന്റെ പുതിയ പാഠങ്ങൾ അദ്ദേഹം അവിടെ പഠിപ്പിച്ചു. കഴക്കൂട്ടത്തേക്ക് വന്നാൽ IT സിറ്റിയുടെ ഹൃദയമിടിപ്പ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ചാത്തന്നൂരിലേക്ക് വന്നാൽ BJPയുടെ കരുത്ത് അദ്ദേഹം തെളിയിച്ചു. അവിടെ ജയിച്ചത് BJP മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിന്റെ പ്ലാനിംഗ് കൂടിയാണ്. വോട്ട് വിഹിതത്തിലുണ്ടായ കുതിച്ചുചാട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലയിടത്തും വോട്ടുകൾ ഇരട്ടിയായി. മുമ്പ് 4 മണ്ഡലങ്ങളിൽ മാത്രം പ്രസക്തിയെങ്കിലും ഉണ്ടായിരുന്ന BJP ഇന്ന് 6 മണ്ഡലങ്ങളിൽ വൻ ശക്തിയായി മാറി 2ാം സ്ഥാനക്കാരാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ വികസന രാഷ്ട്രീയത്തെ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന അമരക്കാരന്റെ തന്ത്രങ്ങൾ പിണറായി വിജയന്റെയും VD സതീശന്റെയും എല്ലാം ഉറക്കം കെടുത്തുകയാണ്. കേരള നിയമസഭയിൽ മുൻപ് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞും കമ്പ്യൂട്ടറുകൾ തകർത്തും മേശപ്പുറത്ത് കയറി മുണ്ട് വലിച്ചെറിഞ്ഞ് നൃത്തം ചെയ്തും നാണം കെട്ടൊരു രാഷ്ട്രീയ പാരമ്പര്യം നമുക്കുണ്ട്. നിയമത്തിന്റെ മുൻ MLA കുറിച്ചാണ്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ വിഖ്യാതമായ വാക്കുകൾ തൊടുത്തുവിട്ടത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെയും സംഘത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തന്നെ ജനങ്ങളെ തിരഞ്ഞെടുത്തത് അന്തസ്സോടെ പണിയെടുക്കാനാണ് എന്നാണ്. രാഷ്ട്രീയമെന്നാൽ അടിയും അല്ലെങ്കിൽ തടയുമൊന്നും അല്ല, ചീത്തവിളിയല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാനാണെന്ന് അദ്ദേഹം തെളിയിച്ചു. വിദ്യാഭ്യാസമുള്ളൊരു നേതാവ് എങ്ങനെ പെരുമാറണം എന്നതിന്റെ പാഠപുസ്തകമാണ് അദ്ദേഹം. ഇത്തരം മാന്യന്മാരായ നേതാക്കൾ സഭയിലിരുന്നാലേ നമ്മുടെ നാടിന് ഗുണമുണ്ടാകൂ. ഇന്നത്തെ കേരളം ഒരു വഴിത്തിരിവിലാണ്. കടക്കണിയിൽ മുങ്ങിയൊരു സംസ്ഥാനം. ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥ. ഓർത്തു നോക്കൂ, കടമെടുക്കുന്നത് ഇവിടെ എന്തിനു വേണ്ടിയാണ്? അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഒരു ഭരണകൂടം. ഈ ഇരുട്ടിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. ആ രക്ഷകനെ നമുക്ക് അത്യാവശ്യവുമാണ്. അത് രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ മറ്റാരാണ്? കഴിവും പ്രവൃത്തി പരിചയവും വേണം. കോടാനുകോടി രൂപയുടെ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്ത ഇന്ത്യയുടെ ഡിജിറ്റൽ മുഖം മാറ്റിയ നേതാവാണ്. ആഗോള ബന്ധങ്ങളുണ്ട്. ലോകത്തെ ഏത് വലിയ കമ്പനിയെയും കേരളത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഒറ്റ ഫോൺ കോൾ മതി. പിന്നെ അഴിമതിരഹിത പ്രതിച്ഛായ. തന്റെ സുദീർഘമായ കരിയറിൽ ഒരിടത്തും കളങ്കമേൽക്കാത്ത വ്യക്തിത്വം. അദ്ദേഹത്തിന് അഴിമതി നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പണിയെടുത്ത്
കോടികൾ സമ്പാദിച്ച വ്യക്തിയാണ്. അതുപോലെ യുവാക്കളുടെ ഭാഷ സംസാരിക്കുന്ന, അവർക്ക് ജോലി ഉറപ്പ് നൽകുന്ന നേതാവ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹം മാത്രമാണ്. ബുദ്ധിയും വിവരവും ഒത്തിണങ്ങിയ ഒരു ടെക്നോക്രാറ്റ് മുഖ്യമന്ത്രി. BJPയെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശക്തിയാക്കി ഉയർത്താൻ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി വരാനിരിക്കുന്നത് ഇനിയുള്ള പോരാട്ടങ്ങളാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന അമരക്കാരൻ്റെ കീഴിൽ കേരളം മാറാൻ പോകുന്നതേയുള്ളൂ. കാവ്യ വിപ്ലവം എന്നതിലുപരി അത് വികസനത്തിൻ്റെ വിപ്ലവമാണ്. അദ്ദേഹം ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നേതാവുമല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് അലയടിക്കുന്നുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ്. അവർക്കെല്ലാം ജീവിതം രക്ഷപ്പെടണം. ഇന്നത്തെ കേരളത്തിൽ ജീവിക്കാനാകില്ല. കാരണം വിശപ്പിനും വികസനത്തിനും ജാതിയില്ലെന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാട്ടിത്തന്നു. നമ്മൾ ഇനിയും പഴയ രാഷ്ട്രീയത്തിൻ്റെ കുഴിയിൽ വീഴണോ, അതോ ആധുനിക ലോകത്തിനൊപ്പം നടക്കാനായി കേരളത്തെ പ്രാപ്തമാക്കണോ? തിരഞ്ഞെടുപ്പ് നമ്മുടെ എല്ലാവരുടെയും കൈകളിലാണ്. സഭയിൽ തല്ലുണ്ടാക്കുന്നവരെയല്ല ആപ്പിളിനെ ഇന്ത്യയിൽ എത്തിച്ച കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന അന്തസ്സുള്ളൊരു നേതാവിനെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതാണ് രാജീവ് ചന്ദ്രശേഖർ. BJPയെ 0-ൽ നിന്നും 3 സീറ്റുകളിലേക്കും ഒരു നഗരസഭയിലേക്കും വോട്ട് വിഹിതത്തിൽ വമ്പൻ കുതിപ്പിലേക്കും നയിച്ച ആ അമരക്കാരൻ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി വരുന്നത് കാണാൻ നമ്മൾ ഇനി ഒരു 5 കൊല്ലം കൂടി സഹിച്ചാൽ മതിയാകും. അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളം തീർച്ചയായും കാവി പുതച്ചിരിക്കും. നമ്മൾ മലയാളികൾ കണ്ടു ശീലിച്ചൊരു രീതിയുണ്ട്. വോട്ട് ചോദിച്ചു വരുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന, ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത MLA-മാരെ. പക്ഷേ നേമത്ത് ഇനി അത് സംഭവിക്കില്ല. ചാത്തന്നൂരും കഴക്കൂട്ടത്തും ഇനി പുതിയ മുഖമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ട MLA-മാരല്ല ഇനി കാണാനിരിക്കുന്നത്. കാരണം അവിടെ മാറ്റങ്ങളുടെ കഥ തുടങ്ങിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് എന്നത് ഒരു അവസാനമല്ല, മറിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനുള്ള ഒരു തുടക്കം മാത്രമാണ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മണ്ഡലത്തെ മറക്കുന്ന പാരമ്പര്യ രാഷ്ട്രീയക്കാരെ പോലെയല്ല അദ്ദേഹം. നേമത്തെ ഓരോ വീടുകളിലും ഓരോ വോട്ടർമാരുടെ മനസ്സിലും അദ്ദേഹം ഇന്നും സജീവമാണ്. അവിടെ ഇനി അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ ഇപ്പോൾ തൻ്റെ മണ്ഡലത്തിലേക്ക് നേരിട്ടെത്തിക്കാനായി അദ്ദേഹം കാത്തിരിപ്പിലാണ്, അദ്ദേഹം അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതുപോലെ IT വിപ്ലവമാകട്ടെ, തൊഴിലവസരങ്ങളാകട്ടെ, അടിസ്ഥാന സൗകര്യ വികസനങ്ങളാകട്ടെ, നേമം ഇനി കേരളത്തിൻ്റെ റോൾ മോഡൽ മണ്ഡലമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇന്നത്തെ നിയമവും 5 വർഷം കഴിഞ്ഞുള്ള നിയമവും എല്ലാവരും ഒന്ന് ആ ചിത്രം മനസ്സിൽ കണ്ടോളൂ. ഇതുവരെ നമ്മൾ കണ്ടത് വാഗ്ദാനങ്ങളുടെ പെരുമഴ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ കിടക്കുന്നത് പ്രവൃത്തിയുടെ വിപ്ലവമാണ്. വിദ്യാഭ്യാസവും വിവരമുള്ളൊരു നേതാവ് ജനപ്രതിനിധിയായാൽ നാടിന് എന്ത് സംഭവിക്കുമെന്നതിന് നിയമം ഒരു മറുപടി ആയിരിക്കും. സത്യം പറഞ്ഞാൽ കേരളം മുഴുവൻ ഇന്ന് നിയമത്തെ ഉറ്റുനോക്കുന്നുണ്ട്. നിയമത്തെ മാത്രമല്ല, കഴക്കൂട്ടത്തെയും ചാത്തന്നൂരിനെയും. കാരണം അവിടെ വിരിയുന്ന വികസനത്തിന്റെ താമര നാളെ കേരളം മുഴുവൻ പടരാനുള്ളതാണ്. ജയിച്ചാൽ ജനങ്ങളെ മറക്കുന്ന MLA-മാരുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ജനങ്ങൾക്കൊപ്പം നിന്ന് നാടിനെ നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കാലമാണ്. അതുകൊണ്ട് മാറ്റം ഇവിടെ തുടങ്ങുന്നു. സഭയിൽ ഭരതനാട്യം കളിക്കുന്നവരല്ല, ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നവരും നാടിന് വേണ്ടി പണിയെടുക്കുന്നവരുമാണ് നമുക്ക് വേണ്ടത്. നേമത്തെ അത്ഭുതങ്ങൾ കേരളം മുഴുവൻ പടരുന്ന ആ സുദിനത്തിന് വേണ്ടി നമുക്കെന്തായാലും കാത്തിരിക്കാം. വെറും 5 വർഷം കൂടി സഹിച്ചാൽ മതി. രാജീവ് ചന്ദ്രശേഖർ എന്ന അമരക്കാരൻ്റെ തന്ത്രങ്ങൾ കേരളത്തെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കട്ടെ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കേരളത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി നമുക്കെന്തായാലും ഒരുമിച്ച് നിൽക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.